ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ ഈ എക്സാമിന് ചിലപ്പോൾ 6 മാർക്കിനൊക്കെ കാണും, പക്ഷേ ആനുവൽ എക്സാമിന് 3 മാർക്സ് ഒക്കെ കാണത്തുള്ളൂ. എങ്കിലും എല്ലാം നമുക്ക് നന്നായി പഠിക്കാം. നിങ്ങൾക്കൊന്നുകൂടെ പുറകോട്ട് പോകേണ്ട, ഈ വീഡിയോ തന്നെ കാണാതെന്ന് വെച്ചാൽ ഞാനെല്ലാം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കുറേ കുട്ടികൾ കണ്ടു, വളരെ സന്തോഷം. നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് മാർക്ക് കിട്ടുക, അത് മാത്രമേ എൻ്റെ സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡൗട്ട്സ് ഉണ്ട്, അല്ല ഇന്ന ക്വസ്റ്റ്യൻസ് എൻ്റെ വീഡിയോ ചെയ്യണം, അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. എന്നെക്കൊണ്ട് സമയം പോലെ ഞാൻ ചെയ്യാം. നെക്സ്റ്റ് വീക്കിലാണല്ലോ എക്സാം. നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഏതെങ്കിലും ഒരു ഡൊമെയിൻ അല്ലെങ്കിൽ റേഞ്ച് എഴുതാൻ വരാറുണ്ട്. അതേപോലെ റേഞ്ച് -π/2 to π/2. നമുക്ക് ഇങ്ങനെ തന്നെ റൈറ്റ് ദ സൈൻ ഇൻവേഴ്സ് ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കണം എന്നല്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം: സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. വാല്യൂ ഓഫ് എക്സ്, 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ -1.6, ബി 0.7, സി 1.6, ഡി 2. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്, എക്സിന് ഒരിക്കലും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ 1 കൂടത്തുമില്ല, -1 കുറയത്തുമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പം നമുക്കിതിലേതിൽ വരത്തില്ല, -1 താഴത്തില്ല, 1 കൂടത്തില്ല. ഇതിൻ്റെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 0.7. ഇതൊരിക്കൽ മോഡലിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റേഞ്ച്? y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത്. വാല്യൂ ഓഫ് y -π/2 ലെസ് ദാൻ y ലെസ് ദാൻ π/2, -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2, 0 ലെസ് ദാൻ y ലെസ് ദാൻ π/2. അങ്ങനെ ഓപ്ഷൻസ്. നമുക്കറിയാം അതിൻ്റെ റേഞ്ച് എന്താ? -π/2 to π/2. അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈക്വൽ ടും കൂടെ വരണം. -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാണിത്? y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതിൻ്റെ ഡൊമെയിൻ ഏത് മുതൽ ഏത് വരെയാണ്? -1, ക്ലോസ്ഡ് ഇൻ്റർവെൽ. റേഞ്ച് -π/2 to π/2. അങ്ങനെയൊക്കെ ചോദിക്കും. ഡൊമെയിൻ -1, റേഞ്ച് -π/2 to π/2. അതേപോലെ കോസ് ഇൻവേഴ്സ് എക്സ് ചോദിക്കാം. ഗ്രാഫ് വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് വരുന്നെങ്കിൽ -1ന് π, 0 എത്രയാണ്? 1. ഇവിടെ ഡൊമെയിൻ -1 to 1, റേഞ്ച് 0 to π. ഏതാണ് ഫംഗ്ഷൻ? കോസ് ഇൻവേഴ്സ് എക്സ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഇവിടെ ഡൊമെയിൻ -1 to 1, റേഞ്ച് 0 to π. പിന്നെ പ്രിൻസിപ്പൽ വാല്യൂ എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. സൈൻ ഇൻവേഴ്സ്. ഇപ്പം നമുക്ക്
ചിലപ്പോൾ 1 മാർക്കിന് അങ്ങനെ ചോദിക്കും. ഇപ്പം 2-3 ഒരുമിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സൈൻ ഇൻവേഴ്സ് 2 സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കിതിൽ സൈൻ ഇൻവേഴ്സ് ആയാലും കോസ് ഇൻവേഴ്സ് ആയാലും 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലും പോസിറ്റീവ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അക്യൂട്ട് എഴുതിയാൽ മതി. ബാക്കി 3നും നമുക്ക് 6 പോസിറ്റീവാണ് അക്യൂട്ട് എഴുതുക. പോസിറ്റീവ് വാല്യൂ 1/2 1/√2 അതേപോലെ വരും. ഇനി നെഗറ്റീവ് വരികയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് ഇതിന് 3 നെഗറ്റീവ് വാല്യൂ വന്നാൽ ഇവിടെ -1/2 അതേപോലെ വന്നാൽ നമ്മൾ പൈ മൈനസ് എന്ന് എഴുതിയിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് എഴുതുക. ഇനി വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെ നോക്കി പഠിക്കാൻ സൗകര്യത്തിന് ഈ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് കൊസീക്ക് ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് നെഗറ്റീവ് വന്ന ജസ്റ്റ് അക്യൂട്ട് എഴുതുക, എന്നിട്ട് അതിൻ്റെ കൂടെ മൈനസ് കൊടുക്കുക. ഇവിടെ നമുക്ക് വാല്യൂസും കൂടെ നിങ്ങൾ എഴുതിത്തരാം. 2 സൈൻ 1/2 വരുന്ന ഏതാണ് 30. നമ്മളിവിടെ റേഡിയൻ മെഷർ എഴുതണം 180/6 പ്ലസ് കോസ് ഇൻവേഴ്സ് വന്നു മൈനസ് വന്നു. അപ്പം നമ്മൾ എന്ത് എഴുതണം പൈ മൈനസ് എന്ന് എഴുതുക. 1/2 വരുന്നത് ഏതാണ് കോസ് 60ക്ക് റേഡിയൻ മെഷർ π/3 പ്ലസ് പൈ മൈനസ് π/3 2 കട്ടായി. വാല്യൂസ് നമുക്കൊന്ന് എഴുതിയിട്ടേക്കാം. സൈൻ കോസ് ടാൻ ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. റെസിപ്രോക്കൽ ഓഫ് സൈൻ കൊസീക്ക്, റെസിപ്രോക്കൽ ഓഫ് കോസ് സീക്ക്, റെസിപ്രോക്കൽ ഓഫ് ടാൻ കോട്ട്. 0 ഡിഗ്രി 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷറാണ് π/6 45 π/4 60 ഡിഗ്രി π/3 90 ഡിഗ്രി π/2. സൈൻ 0 0 സൈൻ 30 1/2. ഇനി ഇതെല്ലാം തിരിഞ്ഞ് വരും 1√3/2 1/√2 1/2 0. പിന്നെ സൈൻ ബൈ കോസ് ആണെങ്കിൽ 0/1 1/√3 √3/1 1/1 √3/1 1/0 നോട്ട് ഡിഫൈൻഡ്. ബാക്കി ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി വാല്യൂസും കൂടെ ഇത് നോക്കി അങ്ങ് പഠിക്കാൻ സൗകര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് വാല്യൂസും കൂടെ എഴുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് 12/30 ടാൻ ഇൻവേഴ്സ് x ഫൈൻഡ് x. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് കോസ് ഇൻവേഴ്സ് 12/30 നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ഈ കോസ് ഇൻവേഴ്സ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും കോസ് തീറ്റയാവും അല്ലേ. റഫ് ഫിഗർ വരയ്ക്കും. കോസ് തീറ്റ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ സൈഡ് എന്ത് വരും √13² മൈനസ് 12², 25 √5. ഇവിടെ കോസ് ഇൻവേഴ്സ് 12/30 ഇതാണ് നമ്മൾ തീറ്റയായിട്ട് അസ്യൂം ചെയ്തത്. ടാൻ ഇൻവേഴ്സ് x എന്തായിട്ട് മാറും തീറ്റ ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. നമുക്ക് ഫിഗർ ചെയ്യുന്ന ടാൻ തീറ്റ എന്ത് വരും ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ x ഈസ് ഈക്വൽ ടു π/12. ചോദിക്കും, ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് 12/30 ഈസ് ഈക്വൽ ടു ദിസ്. ഇതുപോലെ വേറെ ഏതെങ്കിലും ചോദിക്കും, സൈൻ ഇൻവേഴ്സ് വന്നിട്ട് ഒക്കെ ചോദിക്കും. എപ്പോഴും നിങ്ങൾ ആദ്യം ഇതിനെ എടുക്കും, ഈ ലെഫ്റ്റ് സൈഡ്, എന്നിട്ട് ദിസ് ഈസ് ഈക്വൽ ടു തീറ്റ. കോസ് ഇൻവേഴ്സ് റൈറ്റ് സൈഡ് പോകുമ്പോൾ കോസ് തീറ്റ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ സൈഡ് കാണുക. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 12/30. ടാൻ ഇൻവേഴ്സ് x എന്താ തീറ്റ.
ഇത് മൊത്തം നമ്മൾ തീറ്റ ആയിട്ടാണ് അസ്യൂം ചെയ്തത്. ഈ ടാൻ ഇൻവേഴ്സ് ലെഫ്റ്റിലെടുത്ത് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഫിഗർ ചെയ്യുന്ന ടാൻ തീറ്റ എന്ത് വരും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. എല്ലാ ക്വസ്റ്റ്യനും കുറച്ചൊക്കെ ഒന്ന് മാറ്റിയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പ്രൂവ് ദാറ്റ് എല്ലാ മോഡലും നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് 2 cos ഇൻവേഴ്സ് √3/2. നമ്മൾ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 2 cos ഇൻവേഴ്സ് √3/2 2 ഇൻറ്റു ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ്, ജസ്റ്റ് അക്യൂട്ട് എഴുതുക. cos √3/2 വരുന്നത് ഏതാണ്? cos 30. 30ക്ക് നമുക്ക് എന്ത് എഴുതാം? π/6 π/3. ലെഫ്റ്റ് സൈഡ് എങ്ങനെ മാറും? ടാൻ ഇൻവേഴ്സ് 2 cos π/3. നമ്മൾ ഇത്രയും ടേമാണ് ഇതെടുത്തത്. ഇനി ഈ 2 cos അതുപോലെ എഴുതി, ഈ കിട്ടിയ വാല്യൂ ഇവിടെ എഴുതി. π/3 നമുക്കറിയാം 60. 2 ഇൻറ്റു cos 60 1/2. ടാൻ ഇൻവേഴ്സ് 1 പോസിറ്റീവ് ആണ്, നമ്മൾ ജസ്റ്റ് അക്യൂട്ട് എഴുതിയാൽ മതി. π/4. cos inverse 7 π/6. നമുക്ക് തോന്നും പെട്ടെന്ന് cos ഇൻവേഴ്സ് cos അല്ലേ, പക്ഷെ ഈ ആംഗിൾ എപ്പോഴും പ്രിൻസിപ്പൽ ബ്രാഞ്ചിലാണോ എന്ന് നോക്കുക. 180/630. 7 ഇൻറ്റു 30 എത്രയാണ്? 210 അല്ലേ. ഇപ്പോൾ cos ഇൻവേഴ്സ് sec ഇൻവേഴ്സ് cot ഇൻവേഴ്സിൽ എബോവ് 180 വരെ പാടില്ല. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഈ മോഡലും ഏതെങ്കിലും വരാം, ഇതുപോലെ ചോദിക്കാം. ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 അല്ലെ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 അങ്ങനെയൊക്കെ ചോദിക്കാം. cos ഇൻവേഴ്സ് cos π + π/6. cos ഇൻവേഴ്സ് cos 180 + θ. ഇവിടെ പൈ അല്ലെങ്കിൽ 2π ആണ് വരുന്നെങ്കിൽ ലെഫ്റ്റിലുള്ള ടേം തന്നെ എഴുതുക. പിന്നെ π + π/6. അത് ഏത് ക്വാഡ്രൻ്റ് ആവും? 180 പ്ലസ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻ്റ് ആവും. ഈ തേർഡ് ക്വാഡ്രൻറ്റിൽ നമുക്കറിയാം ഏതൊക്കെയാണ് പോസിറ്റീവ്? ടാനും കോട്ട്. ഈ ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം നോക്കുക, കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുക. കോസ് ഇൻവേഴ്സ് 180/6 30. cos 30 √3/2 മൈനസ് മൈനസ് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? π - π/6. 5π/6. 6π - π ഹോൾ ഡിവൈഡഡ് ബൈ 6 LCM എടുത്തു. സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4. സൈൻ ഇൻവേഴ്സ് സൈൻ നമുക്ക് 13π/4 എങ്ങനെ എഴുതാം? 3π + π/4. നിങ്ങൾക്ക് 3π പ്ലസ് പ്രയാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2π എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഓരോ റൊട്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വീണ്ടും ഫസ്റ്റ് ക്വാഡ്രൻ്റ് വരും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് 2π മാറ്റിയിട്ട് ബാക്കി എഴുതിയാൽ മതി. π + π/4. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്ന വാല്യൂസ് വരും. π 180 വരുമ്പോൾ സൈൻ തന്നെ എഴുതുക. തേർഡ് ക്വാഡ്രൻറ്റിൽ സൈൻ നെഗറ്റീവ്. സൈൻ ഇൻവേഴ്സ് -1/√2 ദാറ്റ് ഈസ് -π/4. സൈൻ ഇൻവേഴ്സ് കൊസൈക്ക് ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് അതിനറിയാലോ മൈനസ് അക്യൂട്ട്, അതുകൊണ്ടാണ് നമ്മൾ മൈനസ് എഴുതിയിട്ട് അക്യൂട്ട് ആംഗിൾ എഴുതി. പ്രൂവ് ദാറ്റും കൂടെ നോക്കാം.
ഇത്രയും മോഡലാണ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത്. പ്രൂവ് ദാറ്റ് ഇതുപോലെ സിംപ്ലസ്റ്റ് ഫോം. tan inverse cos x minus sin x by cos x plus sin x. സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഇവിടെ ഡിവൈഡിങ് ഈച്ച് ടേം ബൈ കോസ് എക്സ്. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ കോസ് എക്സ്. കോസ് ബൈ കോസ് എന്താ 1, സൈൻ ബൈ കോസ് 10, കോസ് ബൈ കോസ് 1, സൈൻ ബൈ കോസ്. tan inverse 1 minus tan theta by 1 plus tan theta, tan pi by 4 minus theta. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് വന്ന് ഇവിടെ ന്യൂമറേറ്ററിൽ ആ മൈനസ് വരും. ഇവിടെ പ്ലസും ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് വരും കേട്ടോ. ഇവിടെ 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. പൈ ബൈ 4 പ്രിൻസിപ്പൽ ബ്രാഞ്ചിനകത്താണ്. സിംപ്ലസ്റ്റ് ഫോം ആക്കാൻ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. tan inverse root 1 plus x square minus 1 by x. ഇങ്ങനെ ക്വസ്റ്റ്യൻ put x is equal to tan theta. നമുക്ക് tan inverse ടാനിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. tan inverse 1 plus tan square theta, that is c square theta. tan inverse ഇവിടെ sec theta വരും അല്ലേ. sec thetaക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 1 by cos theta tan theta sin theta by cos theta. ഇനി ഇവിടെ നമുക്ക് LCM എടുക്കാം. 1 minus cos theta by cos theta into ഇതിൻ്റെ റെസിപ്രോക്കൽ cos theta by sin theta. cos cos cancel. tan inverse 1 minus cos theta 2 sin square theta by 2 sin theta 2 sin theta by 2 cos theta by 2 2 cancel 1 sin cancel. sin by cos എന്താ? theta by 2 half into നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? എക്സിന് tan theta half into theta tan inverse. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. tan inverse cos x by 1 minus sin x. cos 2x-ൻ്റെ ഫോർമുല എന്താ? cos squared x minus sin square x. ഇവിടെ cos x ആണ്, അപ്പോൾ ആംഗിൾ മാത്രം ഹാഫ് ആവും. cos square x by 2 minus sin square x by 2. ഇവിടെ ആംഗിൾ x by 2 ആയതുകൊണ്ട് നമുക്ക് ഈ 1-ന് പകരം നമുക്ക് cos squared a plus sin square a 1 ആണ് അല്ലേ. ഇവിടെ x by 2 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അതേ ആംഗിൾ തന്നെ ഇവിടെ കൊടുക്കാം. sin 2x എന്താ? 2 sin x cos x 2 sin x by 2 cos x by 2. a square minus b square 4. a plus b into a minus b. Whole divided by a square plus b square minus 2ab 4. a plus b the whole square.
ഒരു ടേം കട്ടാവും. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സെയിം ഫോം കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ചെയ്ത് ഇവിടെ x/2 ആണെന്നേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് എന്ത് ചെയ്യണം? ഡിവൈഡിങ് ഈച്ച് ടേം ബൈ കോസ് x/2 1 മൈനസ് ടാൻ x/2 ബൈ 1 പ്ലസ് ടാൻ x/2. തൊട്ടുമ്പേനെ എഴുതിയിട്ടുണ്ട് ഡിവൈഡിങ് ഈച്ച് ടൈം ബൈ കോസ് എക്സ്. ഇവിടെ ഡിവൈഡിങ് ഈച്ച് ടൈം ബൈ കോസ് x/2 എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ ടാൻ π/4 മൈനസ് തീറ്റ. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്താ? x/2. സോ ആൻസർ ഈസ് π/4 മൈനസ് x/2. Prove that sin inverse 2x into root of 1 minus x square 2 sin inverse x minus 1 by root 2 is then equal to x. നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതിലാണ്. സൈൻ ഇൻവേഴ്സ് എക്സ്. എക്സിന് സൈൻ തീറ്റ തന്നെ കൊടുക്കാം. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ. 1 മൈനസ് സൈൻ സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ. റൂട്ട് എടുത്ത കോസ്. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ത് വരും? സൈൻ 2 തീറ്റ. 2 തീറ്റ നമ്മൾ എന്താണോ അസ്യൂം ചെയ്ത തീറ്റ ഇപ്പത്തെ വരും സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് കിട്ടേണ്ട ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സിലാണ്. അപ്പം നമുക്ക് എക്സിന് ഏത് കൊടുക്കണം? സൈൻ തീറ്റ കൊടുത്ത ആൻസറാണ്. ഈ ഫോമിലാവും ഇത് എഴുതിയാൽ മതി. നെക്സ്റ്റ് 2 വീഡിയോ ഇടുന്നുണ്ട്. ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട്. നമ്മളിടാത്ത വേറെ ക്വസ്റ്റ്യൻസ് മെട്രിക്സ് അസൈൻ കിട്ടുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്.